കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബസ് സ്റ്റോപ്പിലിരിക്കുവാണ്ടോ കൃഷ്ണയും തങ്കവും. ഈ സമയത്ത് തങ്കത്തിന് എന്തോ ഒരു വല്ലായ്മ തോന്നുവാണ്. അങ്ങനെ തങ്കത്തിന് എന്തോ അസ്വസ്ഥത തോന്നുന്നുണ്ടെന്ന് കൃഷ്ണക്ക് തിരിച്ചറിയുവാണ്. കൃഷ്ണ ചോദിക്കണേ, എന്തു പറ്റി അമ്മേ? എന്തെങ്കിലും വയ്യായ്ക്ക് തോന്നുന്നുണ്ടോ? അന്നേരം തങ്കം പറയണേ, മോളെ എന്താണെന്നറിയില്ല, വല്ലാതെ ദാഹിക്കുന്നു, കുറച്ച് വെള്ളം കിട്ടിയാൽ കൊള്ളായിരുന്നു. എന്നിട്ട് അമ്മ പറയാതിരിക്കുമായിരുന്നോ? അമ്മ ഇവിടെ ഇരിക്കുക, ഞാനേ അടുത്ത കടയിൽ നിന്ന് വെള്ളം മേടിച്ചിട്ട് വേഗം വരാം. അങ്ങനെ പറഞ്ഞ കൃഷ്ണ വേഗം തന്നെ അവിടെ നിന്ന് ഓടി തൊട്ടടുത്തുള്ള ഒരു കടയിൽ പോയിട്ട് ഒരു കുപ്പി വെള്ളം വാങ്ങുവാണ്ടോ. ഈ സമയത്തായിരിക്കോട്ടോ മരുന്ന് വാങ്ങാനായിട്ട് മാണിക്കുഞ്ഞും നവീനും കൂടി കാർ അവിടെ നിർത്തുന്നത്. എന്നിട്ട് വാങ്ങിക്കാറുള്ള മരുന്നിൻ്റെ ലിസ്റ്റൊക്കെ നവീൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവാണ്. എന്നിട്ട് മാണിക്കുഞ്ഞ് നേരെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ കയറി അവിടെ നിന്ന് മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്തായിരിക്കോട്ടോ വെള്ളം കുപ്പി വാങ്ങി കടയിൽ നിന്ന് ഇറങ്ങുന്ന കൃഷ്ണനെ മാണിക്കുഞ്ഞ് കാണുന്നത്. അത് കാണുന്നത് മാണിക്കുഞ്ഞ് ഞെട്ടലോട് കൂടി നിൽക്കുക. ഗാഥ മാഡം എങ്ങനെ ഇവിടെ? ചേട്ടാ മരുന്നെടുത്ത് വെച്ചോ, ഞാൻ ഇപ്പോൾ വരാവേ. അങ്ങനെ പറഞ്ഞ് മാണിക്കുഞ്ഞ് നേരെ നവീൻ്റെ അരികിൽ ചെല്ലുവാണ് കേട്ടോ. എന്നിട്ട് കാറിലിരിക്കുന്ന നവീനോട് പറയണേ, നവീൻ സാറേ ഒന്ന് ഇറങ്ങി വന്നേ. എന്താ മാണിക്കുഞ്ഞെ, താൻ മരുന്ന് വാങ്ങിയോ? എൻ്റെ സാറിനോടെ ഞാൻ വീട്ടിലേക്ക് വരാൻ പറഞ്ഞ ഗാഥാമാടം ഉണ്ടല്ലോ, ദേ അവിടെ നിൽക്കുന്നു. എവിടെ? അങ്ങനെ പറഞ്ഞ് നവീൻ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ കൃഷ്ണനോടെ കാണുന്നില്ല കേട്ടോ. അന്നേരം മാണിക്കുഞ്ഞ് പറയണേ, അയ്യോ ഈ ഗാഥാമാടം ഇതോടെ പോയി, ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന കണ്ടേണല്ലോ. എടോ തനിക്ക് തോന്നിയതാവും. അയ്യോ അല്ല സാറേ, എൻ്റെ തോന്നലൊന്നുമല്ല, ഗാഥാമാടത്തെ കണ്ട എനിക്ക് തിരിച്ചറിയില്ലേ. സാറിങ്ങ് വന്നേ, ഇവിടെ എവിടെയോ ഗാഥാമാടം നിൽക്കുന്നുണ്ട്. സത്യമോ സാറേ? ഞാൻ കണ്ടതാ. അങ്ങനെ ഒരു സംസാരിച്ച് നിൽക്കുമ്പോഴായിരിക്കോട്ടോ കൃഷ്ണ അതുവഴി പോകുന്നത്. പെട്ടെന്നായിരിക്കും വെറുതെ അമ്മയെ സംസാരിക്കുന്നത് കൃഷ്ണ കാണുന്നത്. അയ്യോ ഇവരെങ്ങനെ ഇവിടെ എത്തി? അങ്ങനെ പറഞ്ഞ് കൃഷ്ണ അവരുടെ കണ്ണിൽ പെടാതിരിക്കാനായിട്ട് ഒരു മതിലിൻ്റെ അവിടെ പോയി മറഞ്ഞു നിൽക്കുവാണ്. ഈ സമയം നവീൻ പറയണേ, എവിടെ മാണിക്കുഞ്ഞെ താൻ വന്ന് വണ്ടി കയറിക്കേ. അയ്യോ ഇല്ല സാറേ, ഇന്നിത് തെളിയിച്ചിട്ടേ വേറെ കാര്യമുള്ളൂ. ഗാഥ മാഡം ഇവിടെ നിൽക്കുന്നുണ്ട്, ഞാൻ കണ്ടുപിടിച്ച് തരാം, സാറിങ്ങി വന്നേ എന്നിട്ടേ നമ്മൾ പോകുന്നുള്ളൂ. അങ്ങനെ പറഞ്ഞ് നവീനെ ബലമായിട്ട് കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ എല്ലാം നോക്കുവാണ്ടോ മാണിക്കുഞ്ഞ്. ഈ സമയം കൃഷ്ണ അവരുടെ കണ്ണിപ്പെടാതെ മുമ്പോട്ട് നടന്ന് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുള്ള മതിലിൻ്റെ അവിടെ വന്ന് നിൽക്കുവാണ്. എന്നിട്ട് പതിയെ അമ്മേനെ കൈകൊണ്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം തങ്കം പെട്ടെന്ന് കൃഷ്ണയെ കാണുക. ഈ സമയം കൃഷ്ണ അവിടെ സൈഡിൽ നിൽക്കുന്ന നവീനെയും മാണിക്കുഞ്ഞിനെയും കാണിച്ച് വിരൽ ചൂണ്ടി കാണിച്ചു കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ അവരെ കണ്ട് തങ്കം ടെൻഷനാകുവാണ്. തങ്കം പെട്ടെന്ന് തന്നെ അവരുടെ മുമ്പിൽ വിടാതിരിക്കാനായിട്ട് സാരി കൊണ്ട് മുഖമൊക്കെ മറച്ചവിടെ നിൽക്കുവാണ് കേട്ടോ. ഈ സമയം മാണിക്കുഞ്ഞ് നവീനെയും കുട്ടിയാണെങ്കിൽ നടന്ന് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ വരെ എത്തി. എടോ മാണിക്കുഞ്ഞെ കുറേ നേരമായല്ലോ. എൻ്റെ സാറൊന്ന് നിൽക്ക്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. അന്നത്തെ പോലെ സാറിന് നമുക്ക് സർപ്രൈസ് തരാൻ വേണ്ടി ഗാഥമാടം ഇങ്ങോട്ട് വന്നതായിരിക്കും. എന്നിട്ട് പൊളിച്ച് കളിക്കുന്നതാണെന്നേ, ഇതിപ്പോൾ കണ്ടെത്തിയിട്ടേ വേറെ കാര്യമുള്ളൂ. അങ്ങനെ പറഞ്ഞ മാണിക്കുഞ്ഞ് നടക്കുമ്പോഴായിരിക്കട്ടോ ബസ് സ്റ്റോപ്പിലിരിക്കുന്നൊരു സ്ത്രീ മുഖം മറിച്ചിരിക്കുന്നത് മാണിക്കുഞ്ഞ് കാണുന്നത്. അന്നേരം മാണിക്കുഞ്ഞ് സംശയം തോന്നി തങ്കത്തിൻ്റെ അരികിലേക്ക് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തായിരിക്കും നവീൻ്റെ ഫോണിലേക്ക് ഗാഥ വിളിക്കുന്നത്. ഹലോ നവീൻ, എത്താറായോ? ആ ഞങ്ങളിതാ ഉടനെ എത്തും. അല്ല ഇപ്പോൾ എവിടെയെങ്കിലും ഇറങ്ങി നിൽക്കുവാണോ? അതെ, മുത്തശ്ശിക്ക് കുറച്ച് മരുന്ന് വാങ്ങിക്കാനുണ്ടായല്ലോ, അത് വാങ്ങിക്കാനായിട്ട് മെഡിക്കൽ സ്റ്റോറിൽ കയറിയിരിക്കുക. അല്ല താനിപ്പോൾ എവിടെയാ? അതെന്ത് ചോദ്യം? ഞാൻ വീട്ടിൽ. തനിക്കെന്തെങ്കിലും വാങ്ങണോ? നവീന് ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങിച്ചോ, ഇന്ന് നമുക്ക് കുറേ നേരം സംസാരിച്ചിരിക്കണം. എന്നാൽ ശരി വേഗം വാ. അങ്ങനെ പറഞ്ഞാൽ ഗാഥ കോള് കട്ട് ചെയ്യുവാണ്. ഈ സമയം നവീൻ മാണിക്കുഞ്ഞിനെ വിളിക്കണേ, മാണിക്കുഞ്ഞെ എടോ മാണിക്കുഞ്ഞെ താനിങ്ങ് വന്നേ. അങ്ങനെ മാണിക്കുഞ്ഞ് തിരികെ വരുവാണ് കേട്ടോ. അന്നേരം നവീൻ പറയണേ, എടോ താനിവിടെ ഗാഥേനെ അന്വേഷിച്ചല്ലേ നിൽക്കുന്നത്? ആ ഗാഥ ഇപ്പോൾ എന്നെ വിളിച്ചത്, ഗാഥ വീട്ടിൽ തന്നെയുണ്ട്. അല്ല സാറേ, അപ്പോൾ ഞാനിവിടെ കണ്ടതോ? എടോ താനും തുടങ്ങിയോ അമ്മായിനെ മോളെയും പോലെ വീട്ടിൽ ചെന്നാൽ അവരെ കൊണ്ട് സ്വസ്ഥതയില്ല, ഇപ്പോൾ താനും അങ്ങനെ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയോ? താനെ വന്ന് കാറെടുത്തേ. അല്ല സാറേ, എന്നാലും ഇതെവിടെ പോയി? എടോ തന്നോടല്ലേ വന്ന് കാറെടുക്കാൻ പറഞ്ഞത്? അങ്ങനെ മാണിക്കുഞ്ഞിനെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകുവാണ് കേട്ടോ നവീനോടന്ന്. അങ്ങനെ അവർ പോയത് കാണുന്നതും കൃഷ്ണ വേഗം തന്നെ അമ്മയുടെ അരികിലേക്ക് ഓടിച്ചെന്ന് തങ്കത്തിന് വെള്ളമൊക്കെ കൊടുക്കുവാണ്. ഇതാ വെള്ളം കുടിക്കും. അങ്ങനെ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. ഈ സമയം കൃഷ്ണ പറയണേ, എന്നാലും ഇപ്പോൾ നവീൻ്റെ മുമ്പിൽ നിന്ന് തലനാഴൊക്കെ രക്ഷപ്പെട്ടത്. ബസ്സാണെങ്കിൽ വരുന്നില്ലല്ലോ, എത്രയും പെട്ടെന്ന് ബസ് വന്നാൽ മതിയായിരുന്നു. ഇനി ആരുടെ മുമ്പിൽ ചെന്ന് വിടാൻ എനിക്ക് വയ്യ. അന്നേരം തങ്കം പറയുന്നുണ്ട്, ഇതെല്ലാം ഒരു നിമിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അവരവിടെ ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അവരോട് ബസ് സ്റ്റോപ്പിലിരിക്കുന്ന സമയത്ത് ഗാഥയുടെ കാറ് അവിടെ എത്തുന്നതാണ്. അങ്ങനെ കാറിൽ നിന്നും ഗാഥ ഇറങ്ങുവാണ്. എന്നിട്ട് ദേഷ്യത്തിൽ കൃഷ്ണൻ്റെ അരികിലേക്ക് ചെന്നിട്ട് പറയണേ, എടി എൻ്റെ കൂടെ വാ. എങ്ങോട്ട് വരാൻ? ഞാനും എൻ്റെ അമ്മയും കൂടി ഈ നാട് വിട്ട് തന്നെ പോകുക. ഗാഥക്ക് അതുപോലെ ഗാഥ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുണ്ടല്ലോ, ഇനിയും ഞങ്ങൾ ഉപദ്രവിക്കാതിരുന്നൂടെ? നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, നിന്നോട് വന്ന് വണ്ടി കയറാനാണ് പറഞ്ഞത്, മര്യാദക്ക് വാടി എന്ന് പറഞ്ഞ കൃഷ്ണയുടെ കൈ പിടിച്ച് വലിക്കുവാണ്. വിട് എൻ്റെ മോളെ വിട് ഗാഥ. ദേ നിങ്ങൾ മിണ്ടാതെ അവിടെ വല്ലയിടത്ത് മാറിയിരുന്നോണം, ഇവളെനിക്ക് കൊണ്ടുപോകണം.
എൻ്റെ ജീവിതം വെച്ച് ഇനി എനിക്കൊരു റിസ്ക് എടുക്കാൻ വയ്യ. ഇവളെപ്പോലെ എൻ്റെ രൂപത്തിൽ മാറ്റെടുത്തി ഈ ഭൂമിയിൽ വേണ്ട. ഇവളെ ഭൂമിയിൽ നിന്ന് എന്നും നീക്കോട്ട് പറഞ്ഞു വിടണം. അതിനെ ഞാൻ അവളെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഗാഥ ഏർപ്പാടാക്കി ആളുകളും കാറിൽ നിന്ന് ഇറങ്ങുവാണ്ടോ. ഡാ, ഇവൾ എത്രയും പെട്ടെന്ന് ഞാൻ ഇല്ലാതാക്കി കളഞ്ഞേക്ക്. എന്നെപ്പോലെ എടുത്ത് ഇനി ഈ ഭൂമിയിൽ വേണ്ട. അങ്ങനെ കൂടെ ഉണ്ടായിരുന്ന ആ ഗുണ്ടകളൊക്കെ ഉണ്ടല്ലോ, അവരുടെ കയ്യിൽ ഒളിപ്പിച്ച് വെച്ച കത്തിയും വടിവാളും ഒക്കെ കയ്യിലെടുക്കുവാണ്. അതുകൊണ്ട് ഭയന്ന് നിൽക്കുവാണ് കേട്ടോ തങ്കയും കൃഷ്ണയൊക്കെ. ഈ സമയം കൃഷ്ണ ഗാഥയുടെ കൈ തട്ടി മാറ്റിയിട്ട് അവിടെ നിന്ന് ഓടുവാണ്. അന്നേരം ഗാഥയുടെ ഗുണ്ടകളും കൃഷ്ണയ്ക്ക് പിന്നാലെ ഓടുവാണ്. അവരിൽ ഒരാൾ വാക്കത്തേറിയുവാണ് കേട്ടോ. അങ്ങനെ അതുകൊണ്ട് കൃഷ്ണ അവിടെ വേദന കൊണ്ട് തളർന്ന് നിൽക്കുവാണ്. ഈ സമയം അവരെല്ലാവരും ഓടിച്ചെന്ന് കൃഷ്ണയുടെ വയറ്റിലേക്ക് കത്തി കുത്തി ഇറക്കുവാണ് കേട്ടോ. ആ കാഴ്ച കണ്ട് കൃഷ്ണമോളെ എന്ന് വിളിച്ച് അലറി കുളിച്ച് കരയുവാണ് തങ്കം. ഈ സമയം കൃഷ്ണയുടെ മരണം കൺമുമ്പിൽ കണ്ട് ആസ്വദിക്കുവാണ് കേട്ടോ ഗാഥ. അങ്ങനെ കുത്തേറ്റ് രക്തത്തിൽ കുതിർന്ന് കൃഷ്ണ അവിടെ മരണപ്പെട്ട് കിടക്കുവാണ്. ആ കാഴ്ച കണ്ട് സന്തോഷിച്ച് ഗാഥ കൃഷ്ണയുടെ അരികിലേക്ക് എത്തുവാം. ഇനി എനിക്ക് സമാധാനമായിട്ട് നവീനൊപ്പം ജീവിക്കാം. നിന്നെ കൊണ്ടുള്ള ശല്യം ഇനി എനിക്കുണ്ടാവില്ല. ഈ ഗാഥ ശ്രീനിവാസിനെ പോലെ ഞാൻ മാത്രം മതി, മറ്റാരും ഈ ഭൂമിയിൽ വേണ്ട. അങ്ങനെ പറഞ്ഞ ഗാഥ തിരിയുമ്പോഴായിരിക്കും കേട്ടോ ഗാഥയുടെ പിന്നിൽ ഒരു നാഗം വന്ന് നിൽക്കുന്നത്. ആ നാഗത്തിനെ കാണുന്നതും അലറി വിളിച്ച് പിന്നോട്ട് പോകുന്ന ഗാഥ കൃഷ്ണയുടെ കാലിൽ തട്ടി അവിടെ നിലത്ത് തന്നെ വീഴുവാണ്. അന്നേരം നാഗം വന്ന് ഗാഥയുടെ കാലിൽ കൊത്തുവാണ് കേട്ടോ. ഈ സമയം അവിടെ കിടന്ന് ഗാഥയെ മരിച്ചു പോകുവാണ്. അന്നേരം ഒരിക്കലും പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് സിത്താര ഞെട്ടി എണീക്കുന്നത്. ഇല്ല ഇല്ല എൻ്റെ മോള് എന്നും പറഞ്ഞ് അലറി വിളിക്കുവാണ് കേട്ടോ സിത്താര. ഈ സമയം ഒച്ചക്കിട്ട് സിനി അങ്ങോട്ടേക്ക് ഓടി വരിക. എന്ത് പറ്റി സിത്താര മാഡം? സിനി, ഞാനൊരു സ്വപ്നം കണ്ടു. ഗാഥമോൾക്കും കൃഷ്ണക്കും അപകടം പറ്റുന്നത്, രണ്ടുപേരും എൻ്റെ കൺമുമ്പിൽ മരിച്ചു കിടക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. സിനി, എത്രയും പെട്ടെന്ന് ഗാഥനെ വിളിക്ക്. എനിക്ക് അവളോട് ഇപ്പം തന്നെ സംസാരിക്കണം. സിത്താര മാഡം എന്തൊക്കെയാണ് പറയുന്നത്? ഗാഥ മാഡം ഇപ്പോൾ ഉറങ്ങിക്കാണും. നമ്മൾ വിളിച്ച് ശല്യപ്പെടുത്തുന്നത് അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ? അങ്ങനെയാണോ? എന്നാൽ വേണ്ട. എന്നിട്ട് സിത്താര ഫോൺ എടുക്കുവാണ്. ഫോണിലേക്ക് കൃഷ്ണയെ വിളിക്കുവാണ് കേട്ടോ. എന്നാൽ കൃഷ്ണ ഫോൺ എടുക്കുന്നില്ല. കൃഷ്ണയുടെ ഫോണിൽ വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കുന്നില്ലല്ലോ. എന്തായിരിക്കും? അത് പിന്നെ അവർ യാത്രയിലായിരിക്കില്ലേ, അതായിരിക്കും ഫോൺ എടുക്കാത്തത്. അവൾക്കൊന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു. എന്തോ അത് ആ സ്വപ്നം ഇപ്പോഴും എൻ്റെ കൺമുമ്പിൽ തന്നെ ഇങ്ങനെ നിൽക്കുവാണ്. മാഡം പേടിക്കേണ്ട, അങ്ങനെയൊന്നും സംഭവിക്കില്ല. വേണ്ട, സമാധാനമായിട്ടിരിക്കുക എന്നും പറഞ്ഞ് സിതാരനെ ആശ്വസിപ്പിക്കുവാണ് സിനി. പിന്നീട് കാണിക്കുന്നത് നവീനെ കാത്ത് ഹോളിൽ തന്നെ റെഡിയായിട്ട് ഇരിക്കുന്ന ഗാഥനെ ആയിരിക്കും. ഈ സമയം സുമിത്ര അങ്ങോട്ടേക്ക് വരുക. ആ ഗാഥ മോൾ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല, ഞാൻ നവീനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. നവീൻ വരാൻ ലേറ്റ് ആകുമെന്നല്ലേ പറഞ്ഞത്? മോൾ പോയി കിടന്നോ? അമ്മ അവൻ വരുമ്പോൾ മോൾ വിളിച്ചെണീപ്പിച്ചോളാം. അത് വേണ്ട, അച്ഛൻ വരാൻ വൈകുമ്പോൾ അമ്മ ഇതുപോലെ കാത്തിരിക്കാറില്ലേ? അത് പിന്നെ പണ്ടത്തെ ആളുകളുടെ ശീലം അങ്ങനെയല്ലേ. ഭർത്താവ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർ വരുന്നത് വരെ കാത്തിരിക്കും. അവർ വന്നതിന് ശേഷം അവർക്കൊപ്പം മാത്രമേ ഭക്ഷണം കഴിക്കൂ. പക്ഷേ ഇന്നത്തെ പുതിയ ജനറേഷനോട് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അന്നേരം ഗാഥ പറയണേ, അതൊന്നും സാരമില്ല. അമ്മയിൽ നിന്നും പഴയ ജനറേഷനിൽ നിന്നും ചില കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിലും പകർത്താൻ തീരുമാനിച്ചിരിക്കുവാണ്. ഇനി മുതൽ നവീൻ എത്ര ലേറ്റ് ആയാലും നവീൻ വരുന്നത് വരെ ഞാൻ കാത്തിരിക്കും. നവീൻ്റെ ഒപ്പമേ ഞാൻ ഭക്ഷണം കഴിക്കും. അങ്ങനെ ഒരു സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കോട്ടോ പുറത്ത് നവീൻ്റെ കാറെത്തുന്നത്. നവീൻ വന്നല്ലോ എന്നും പറഞ്ഞ് സന്തോഷത്തോടു കൂടി നിൽക്കുവാണ്ടോ ഗാഥ. ഈ സമയം നവീനും മാണിക്കുഞ്ഞും കൂടി അകത്തേക്ക് കയറുവാണ്. ഹായ് നവീൻ, വെൽക്കം ബാക്ക്. ഈ സമയം മാണിക്കുഞ്ഞ് സംശയത്തോടെ ഗാഥ ഇങ്ങനെ നോക്കുക. ഗാഥ മാഡം ഇവിടെ തന്നെ ഉണ്ടായോ? പിന്നല്ലാതെ, പിന്നെ ഞാനിവിടെ പോകാനാ? ഈ മാണിക്കുഞ്ഞിന് എന്തു പറ്റി നവീൻ? അത് പിന്നെ അയാൾ എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ. തണുന്ന മേടിച്ച മരുന്നൊക്കെ ഇങ്ങനെ തന്നോ, എന്നിട്ട് വേഗം പൊക്കോ. എന്നാൽ ശരി സാറേ. അങ്ങനെ പറഞ്ഞ് മാണിക്കുഞ്ഞ് അവിടെ നിന്നും പോകുവാണ്. ഈ സമയം സുമിത്ര പറയണേ, നവീൻ, ഗാഥമോള് നിന്നെ കാത്തുവിടെ ഇരിക്കുമായിരുന്നു. ഗാഥമോൾ പറയുക, ഇനി എന്നും നീ വരുന്നത് വരെ നിന്നെ ഇവിടെ കാത്തിരിക്കുമെന്ന്. നീ വന്നതിന് ശേഷം ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയുള്ളെന്ന്. എന്നാണെങ്കിലും ഇനി അധികം ലേറ്റ് ആവണ്ട. നീ വേഗം ചെന്ന് ഫ്രഷ് ആയിട്ട് വാ. എന്നിട്ട് രണ്ടാളും കൂടി ഭക്ഷണം കഴിച്ചിട്ട് വേഗം കിടന്നുറങ്ങാൻ നോക്കും. ഞാൻ ചെല്ലട്ടെ. അങ്ങനെ പറഞ്ഞ് സുമിത്ര അവിടെ നിന്നും പോകുവാണ്ടോ. ഈ സമയം ഗാഥ ചിരിച്ചുകൊണ്ട് നവീൻ്റെ അരികിൽ നിൽക്കുവാണ്. അന്നേരം നവീൻ ഗാഥയെ നോക്കിയിട്ട് പറയണേ, ഇന്ന് താൻ കൂടുതൽ സുന്ദരിയായിട്ടുണ്ട്. ആണോ? ശരി. എന്നാൽ നവീൻ വേഗം പോയി ഫ്രഷ് ആയിട്ട് വാ. ഞാൻ ഭക്ഷണമൊക്കെ എടുത്തു വെക്കാം. എന്നിട്ട് നമുക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം. എന്നിട്ട് എന്താ നിർത്തിയത്? പറ. പോയി ഫ്രഷ് ആയിട്ട് വരാനല്ലേ പറഞ്ഞത്? എന്നാലും ഞാൻ പറയാമെന്ന കാര്യം പറ. ഒന്ന് പോകുന്നുണ്ടോ നവീൻ? അങ്ങനെ പറഞ്ഞ നാണത്തോടെ ഗാഥ അകത്തേക്ക് കയറി പോകുവാണ്. അങ്ങനെ ഗാഥയുടെ മാറ്റം കണ്ട സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് നവീൻ. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് നവീൻ ഫ്രഷ് ആയിട്ട് വന്ന് ഗാഥക്കൊപ്പം ഡൈനിങ് ടേബിളിൻ്റെ അരികിലേക്ക് വരുവാണ്. അങ്ങനെ നവീനെ പിടിച്ചെടുത്ത് നവീന് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുവാണ് ഗാഥ.
അന്നേരം നവീൻ ഇന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഗാഥയെ പോലെ ഒരാളെ മാണിക്കുഞ്ഞ് കണ്ട കാര്യമുണ്ടല്ലോ, അതൊക്കെ തമാശ രൂപേണ ഗാഥയോട് പറയുവാണ്. അയാൾക്ക് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇതിനു മുമ്പും ഇതുപോലെ ഓരോ തവണ ഇങ്ങനെ പറഞ്ഞു നടക്കാറുണ്ടായിരുന്നു. കുറേ നാളായിട്ട് അയാളുടെ സ്വഭാവമൊക്കെ നിന്നതാ. ഇന്നതായിപ്പോൾ തന്നെ മെഡിക്കൽ സ്റ്റോറിൻ്റെ അവിടെ നിന്ന് താൻ വെള്ളം വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് അയാൾ കണ്ടുപോലും. അങ്ങനെ ഗാഥേനെ അന്വേഷിച്ച് നടക്കുമായിരുന്നു ഞങ്ങളവിടെ എന്നൊക്കെ ചിരിച്ചുകൊണ്ട് പറയുവാണ് നവീൻ. അത് കേൾക്കുന്നതും ഗാഥ അങ്ങ് ടെൻഷനാകുവാണ്. ഗാഥ എന്നിട്ട് നവീനോട് ദേഷ്യപ്പെടുവാണ്. എന്നെപ്പോലെ വേറൊരാളുണ്ട്, ഞാൻ നവീനെ കളിപ്പിക്കുവാണെന്ന് തോന്നണുണ്ടോ? എടോ, ഒരു തമാശ ഉണ്ടായി, ഞാനത് പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. അന്നേരം ഗാഥ അങ്ങ് പൊട്ടിത്തെറിക്കണേ. എന്ത് പറയുന്നതിനും ഒരു നേരവും കാലമൊക്കെ ഉണ്ട്. അങ്ങനെ പറഞ്ഞ് ഗാഥ ദേഷ്യത്തിൽ അവിടെ നിന്ന് എണീറ്റ് പോകുവാണ് കേട്ടോ. ഈ സമയം നവീനാണെങ്കിൽ ഗാഥയുടെ പെട്ടെന്നുള്ള ഈ ചേഞ്ച് കണ്ട് ആകെ അപ്സെറ്റ് ആകുവാണ്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി നന്ദനും കൂടി കൃഷ്ണയുടെ കാര്യം സംസാരിക്കുന്നതാണ്. അങ്ങനെ നന്ദൻ നിരാശയോടെ വീട്ടിൽ പോയിട്ട് കൃഷ്ണയെ കാണാൻ പറ്റാത്ത കാര്യവും കൃഷ്ണയും തങ്കവും കൂടി ഈ നാട് തന്നെ വിട്ടുപോയ കാര്യമൊക്കെ മുത്തശ്ശിയോട് പറയുന്നുണ്ട്. അന്നേരം മുത്തശ്ശി പറയണേ, എന്ത് തന്നെയാണെങ്കിലും കൃഷ്ണമോളെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. നവീൻ്റെ ജീവിതം ഇങ്ങനെ ഒന്നുമല്ലാതെയായി പോകാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ആ ഒരു സീനൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്